പാലക്കാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവ കടിച്ചുകൊന്ന രാധയുടെ വീട് സന്ദർശിക്കാനെത്തിയ വനം മന്ത്രി എ.കെ. ശശീന്ദ്രനെ തടഞ്ഞ് പ്രതിഷേധം. മന്ത്രി രാധയുടെ വീട്ടിലേക്ക് എത്തുന്ന റോഡിൽ പ്രദേശവാസികൾ കുത്തിയിടുന്നും റോഡിൽ കിടന്നും പ്രതിഷേധിച്ചതോടെ മന്ത്രിയുടെ യാത്ര തടസ്സപ്പെട്ടു. വാഹനവ്യൂഹം വഴിയിലായി. പഞ്ചാരക്കൊല്ലിക്ക് മുമ്പുള്ള പിലാക്കാവിലാണ് പ്രതിഷേധം ഉണ്ടായത്. അതേസമയം സ്ത്രീയെ കൊലപ്പെടുത്തിയ കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഉത്തരവ് പുറത്തിറങ്ങിയതോടെ കടുവയെ വെടിവെച്ച് കൊല്ലുമെന്നും വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തീരുമാനമാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കളക്ട്രേറ്റിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് CPIM നേതാവിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി. DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ സുജിത് കൊടക്കാടിനെതിരെയാണ് നടപടി. DYFI ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും CPIM ഏരിയ കമ്മിറ്റിയിൽ നിന്നും സുജിത് കൊടക്കാടിനെ പുറത്താക്കി. അധ്യാപകൻ, എഴുത്തുകാരൻ, വ്ളോഗർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് സുജിത് കൊടക്കാട്. വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണം. ഇന്ന് പുലർച്ചെയാണ് കൽപ്പറ്റയിലെ പെരുന്തട്ടയിലാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. പശുക്കിടാവിനെ പുലി കടിച്ചുകൊന്നു. പെരുന്തട്ട സ്വദേശി ഷൺമുഖന്റെ 6 മാസം പ്രായമുള്ള പശുക്കിടാവിനെയാണ് കൊലപ്പെടുത്തിയത്. പലതവണ ഇവിടെ കടുവയെ കണ്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വന്യജീവി ആക്രമണം കണക്കിലെടുത്ത് 2 കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പുലിയാണെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. പാലക്കാട് BJPയിൽ പൊട്ടിത്തെറി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച് നഗരസഭാ കൌൺസിലർമാർ രാജി പ്രഖ്യാപിച്ചതോടെ BJPക്ക് കേരളത്തിൽ ഭരണമുള്ള ഏക നഗരസഭയായ പാലക്കാട് ഭരണം തുലാസിലായി. 9 കൌൺസിലർമാരാണ് നാളെ പാർട്ടിക്ക് രാജിക്കത്ത് നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. പത്മശ്രീ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഈ നേട്ടം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കായി സമർപ്പിക്കുന്നുവെന്നും IM വിജയൻ. പോലീസ് സേനയിലെ അവസാനത്തെ റിപ്പബ്ലിക് ദിനമാണ് ഇപ്രാവശ്യത്തേതെന്നും ആ സമയത്ത് തന്നെ പത്മശ്രീ കിട്ടിയത് ഒരു ഭാഗ്യമായി കാണുന്നുവെന്നും വിജയൻ പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം താൻ IM വിജയൻ ആയതല്ല എന്നും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും തന്റെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി വിജയൻ പറഞ്ഞു. ഇന്നലെയാണ് IM വിജയനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. ബീഹാറിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കുരങ്ങന്മാർ വീടിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. ബീഹാറിലെ പാട്നയിലാണ് സംഭവം നടന്നത്. പെൺകുട്ടി വീടിന്റെ ടെറസിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ഈ സമയം ടെറസിലേക്ക് എത്തിയ ഒരു കൂട്ടം കുരങ്ങന്മാർ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. കുരങ്ങന്മാരുടെ ആക്രമണത്തിൽ പ്രിയകുമാർ ടെറസിൽ നിന്ന് വീഴുകയായിരുന്നു. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിൽ അടിമുടി ദുരൂഹത. നടന്റെ വീട്ടിൽ നിന്ന് ശേഖരിച്ച വിരലടയാളങ്ങൾ പോലീസ് ഇപ്പോൾ പിടികൂടിയ ആളുടേതല്ലെന്ന് സ്ഥിരീകരണം. 19 വിരലടയാളങ്ങളാണ് പോലീസിന് ആക്രമണം നടന്ന സെയ്ഫിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചത്. മുംബൈ പോലീസ് ഇവ ആരുടേതെന്ന് കണ്ടെത്താനായി CIDക്ക് അയച്ചിരുന്നു. എന്നാൽ വിരലടയാള ഫലം പോലീസിനെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇവയ്ക്കൊന്നും പ്രതിയുടേതായി സാമ്യമില്ലായിരുന്നു. പോലീസ് കൂടുതൽ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യാനായി അയച്ചിട്ടുണ്ട്. തമിഴ്നാട് ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരം TVK അധ്യക്ഷനും സൂപ്പർ താരവുമായ വിജയ് ബഹിഷ്കരിക്കും. വിജയും TVK പ്രതിനിധികളും ചായ സൽക്കാരത്തിൽ പങ്കെടുക്കില്ലെന്ന് പാർട്ടി അറിയിച്ചു. റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് തമിഴ്നാട് ഗവർണർ ഒരുക്കുന്ന ചായ സൽക്കാരമാണ് വിജയ് ബഹിഷ്കരിക്കുക. അമേരിക്കയിലെ ട്രാൻസ് വിഭാഗത്തിലുള്ള തടവുകാർക്കെതിരെ നടപടിയുമായി ഡൊണാൾഡ് ട്രംപ്. ഫെഡറൽ ജയിലിൽ കഴിയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള തടവുകാരെ പുരുഷന്മാരുടെ ജയിലിലേക്ക് മാറ്റാനാണ് ട്രംപിന്റെ നിർദ്ദേശം. ലിംഗമാറ്റ ചികിത്സ സംബന്ധമായ എല്ലാ സഹായങ്ങളും തടവുകാർക്ക് നിഷേധിക്കാനും ട്രംപിന്റെ ഉത്തരവ് വിശദമാക്കുന്നുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത്.